ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ നോക്കാൻ പോകണം, നമ്മൾ ഐസിനെ പറ്റി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പഠിച്ചു. ഇനി നമ്മുടെ ഹ്യൂമൺ ഐൻ്റെ 3 ലെയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 3 ലെയേഴ്സ് ഓഫ് ഹ്യൂമൺ ഐ: സ്ക്ലീറ, ക്ലോറോയിഡ്, അതുപോലെ റെറ്റിന. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത് കാണുന്ന ഔട്ടർ മോസ്റ്റ് ലെയറെയാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ കണ്ണിനെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കാനും അതുപോലെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ് സഹായിക്കുന്നത്. ഈ സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആൻറ്റീരിയർ പോർഷനാണ്. ആ ആൻറ്റീരിയർ പോർഷനിൽ നമുക്ക് പുറത്തേക്ക് ബൾജ് ചെയ്ത് പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന പോലെ കോർണിയ കാണാം. നമ്മുടെ ലൈറ്റ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളിലേക്ക് ലൈറ്റ് എൻട്രി ചെയ്യാനാണ് ഈ കോർണിയ സഹായിക്കുന്നത്. അടുത്ത ലെയറാണ് കൊറോയിഡ്. അതാണ് ഏറ്റവും മിഡിൽ ലെയറാണ്. അതിൽ ബ്ലഡ് കാപ്പിലറീസും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഡാർക്ക് കളറായിട്ടൊരു 2 വര പോലൊരു സാധനം കാണാം. അതിനെന്താണ്ടോ ഡാർക്ക് കളറായിട്ടുള്ളത് കാണാം. നമ്മുടെ കോർണിയ കഴിഞ്ഞിട്ട് ഡാർക്ക് കളറായിട്ടുള്ളതൊന്ന് കാണാം. അതിനെ ഐറിസ് എന്ന് പറയുന്നു. പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സീലിയറി മസിൽസും റേഡിയൽ മസിൽസ് വെച്ച്, സർക്കുലർ മസിൽസും അതുപോലെ റേഡിയൽ മസിൽസ് വെച്ചിട്ട് കണ്ണിൻ്റെ പ്യൂപ്പിളിൻ്റെ സൈസസ് ഇപ്പോൾ ലൈറ്റ് കുറവുള്ള സമയത്ത് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടാനും ലൈറ്റ് കൂടുതലുള്ള സമയത്ത് പ്യൂപ്പിളിൻ്റെ സൈസ് കുറയ്ക്കാനും സഹായിക്കുന്നത് ഈ സർക്കുലറും റേഡിയൽ മസിൽസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഐറിസ് ചെയ്യുന്നത്. അപ്പോൾ ഐറിസ് നമ്മുടെ ഈ പ്യൂപ്പിളിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടാനും കുറയാനും സഹായിക്കുന്നതാണ് ഈ ഐറിസ്. ഇനി അടുത്ത ഭാഗമാണ് റെറ്റിന. റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ. പിന്നെ അതുപോലെ നമ്മുടെ ഐറിസിൽ മെലാനിൻ പിഗ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ കണ്ണുകളിൽ വരുന്ന അൾട്രാ വയലറ്റ് റേസസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള അൾട്രാ വയലറ്റ് റേസസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് മെലാനിൻ പിഗ്മെൻറ്റ് സഹായിക്കുന്നു. പിന്നെ ഈ പ്യൂപ്പിളിൻ്റെ കുറച്ച് മുകളിലായിട്ട് എന്ത് കാണാം? കോൺവെക്സ് ലെൻസ് കാണാം. അത് കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മോളും റിയലും അതുപോലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജും ആയിരിക്കും റെറ്റിനയിൽ ഫോം ചെയ്യുക. ഭയങ്കര സ്മോൾ ആയിട്ടുള്ളതും റിയലും അതുപോലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മുടെ കോൺവെക്സ് ലെൻസിലേക്ക് കാണുക. കോർണിയയിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ എവിടെ എത്തുന്നു? കോൺവെക്സ് ലെൻസിൽ എത്തുന്നു. ഇനി റെറ്റിനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉള്ളിൽ കാണുന്ന ഇന്നർമോസ്റ്റ് ലെയറാണ് റെറ്റിന എന്ന് പറയുന്നത്. ഇമേജ് ഫോം ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ലൈറ്റ് അടിച്ച് നമുക്ക് കണ്ണിൽ കാണുന്ന ഇമേജ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് റെറ്റിനയിൽ വെച്ചിട്ടാണ്. മറ്റേ ഫോട്ടോ റിസപ്റ്റേഴ്സ് കോൺ സെൽസും റോഡ് സെൽസും കൊണ്ടാണ് ഈ റെറ്റിന ഉണ്ടാക്കിയിരിക്കുന്നത്. ബൈപോളാർ സെൽസും ഉണ്ട്, അതുപോലെ ഗാംഗ്ലിയോൺ സെൽസും ഈ റെറ്റിനയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒപ്റ്റിക് നെർവ് ഉണ്ട്. ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഗാംഗ്ലിയോൺ സെൽ ലെയറിൽ നിന്നാണ് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒപ്റ്റിക് നെർവാണ് നേരെ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ ഒരു സാധനം ഇന്നതിനെയാണ് നമ്മൾ കണ്ടതെന്ന് നമുക്ക് ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. ഇന്ന സാധനത്തിന് നമ്മൾ കണ്ടു, അത് മനസ്സിലാക്കുന്നത് ബ്രെയിനിൽ എത്തുന്നത് ഏത് ബൈപോളാർ സെൽസസും ഗാംഗ്ലിയോൺ സെൽസസും ഉണ്ട്. അതുപോലെ ഒപ്റ്റിക് നെർവാണ് ബ്രെയിനിന് മെസ്സേജ് കൊടുക്കണം, ഇന്ന സാധനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇന്നത് സാധനമാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള സഹായിക്കുന്ന ഒപ്റ്റിക് നെർവാണ്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സൊക്കെ ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, റെറ്റിനയിലേക്ക് ഒപ്റ്റിക് നെർവിൻ്റെ ബിഗിൻസ് ചെയ്യുന്ന സൈഡാണ് ബ്ലൈൻഡ് സ്പോട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് ബിഗിൻ ചെയ്യുന്നത്. അതുപോലെ യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മാക്കുല എന്ന് പറയും. അത് ഏറ്റവും മിഡിൽ പോയിൻ്റ് ഓഫ് റെറ്റിനയാണ്. കോൺ സെൽസസ് അബാൻഡൻ്റ് ആയിട്ട് കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഐ സ്പോട്സസ് യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ നമ്മളെ സഹായിക്കുന്ന കോൺ സെൽസസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് യെല്ലോ സ്പോട്ട്. അപ്പോൾ നമ്മൾ 3 ലെയർ പഠിച്ചു: സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ്. അത് ഫ്രെയിമും അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. അത് ട്രാൻസ്പെറൻ്റ് ആണ്. ആൻറ്റീരിയർ പോർഷൻ, നമ്മൾ കണ്ണിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ കാണുന്നു. കൊറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ലെയർ ഓഫ് ബ്ലഡ് കാപ്പിലറീസും അതുപോലെ ഓക്സിജനും ന്യൂട്രിയൻസും ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കൊറോയിഡാണ്. അതിലേക്ക് ഏറ്റവും പ്രത്യേകമായി കാണുന്നത് ഐറിസും പ്യൂപ്പിളും കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മോളും റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ്. പിന്നെ ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, സർക്കുലറും റേഡിയൽ മസിൽസ് ഒക്കെ വെച്ചിട്ട് പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മെലാനിൻ പിഗ്മെൻ്റ് ഉണ്ട്, നമ്മുടെ ഈ അൾട്രാ വയലറ്റ് റേസസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെലാനിൻ പിഗ്മെൻ്റ് ഐറിസിൽ കാണുന്നു. ഇനി റെറ്റിനയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറേ ഫോട്ടോ റിസപ്റ്റേഴ്സും അതുപോലെ ബൈപോളാർ സെൽസസും ഗാംഗ്ലിയോൺ സെൽസസും ഒക്കെ കാണുന്നു.
പിന്നെ അതുപോലെ ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാംഗ്ലിയോൺ സെൽ ലെയേഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ വെച്ചിട്ടാണ് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒപ്റ്റിക് നെർവ് ബിഗിൻ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഒക്കെ ആബ്സെൻ്റ് ആയിരിക്കും. യെല്ലോ സ്പോട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിഡിൽ പോയിന്റ്, റെറ്റിനയുടെ ഏറ്റവും മിഡിൽ പോയിന്റ് എന്ന് പറയുന്നു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കോൺസെൽസസ് ആണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പറിനെ നമ്മൾ അക്വസ് ചേമ്പർ എന്നും അതുപോലെ വിട്രസ് ചേമ്പർ എന്നും പറയുന്നു. അക്വസ് ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വാട്ടറി ഫ്ലൂയിഡ്സ് ഇൻ ദ അക്വസ് ചേമ്പർ എന്ന് വെച്ചാൽ കോർണിയയുടെയും ലെങ്സിൻ്റെയും ഇടയിൽ, ഇപ്പോൾ കണ്ടോ നമ്മൾ കോർണിയ കണ്ടില്ലേ പുറത്തേക്ക് ബൾജ് ചെയ്ത് കാണിക്കണം അത്. പിന്നെ ലെങ്സ് എവിടെയായിട്ട് കാണാം, പീപ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ കോർണിയയുടെയും ലെങ്സിൻ്റെയും ഇടയിൽ കാണുന്ന ഫ്ലൂയിഡാണ് അക്വസ് ചേമ്പർ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കോർണിയയ്ക്കും ലെങ്സിലേക്കും സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എന്താ പറയുക, ബ്ലഡ് ലൈക്ക് ടിഷ്യൂ ഫ്ലൂയിഡിലേക്കാണ് അവർ ഊസ് ഔട്ട് ചെയ്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ പ്രഷർ ഇൻസൈഡ് ദ അക്വസ് ചേമ്പർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഫ്ലൂയിഡ്. നമ്മുടെ അക്വസ് ചേമ്പറിൻ്റെ ഉള്ളിലുള്ള ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാ, അതിൻ്റെ ഉള്ളിലുള്ള അക്വസ് ഫ്ലൂയിഡാണ്. ഇനി വിട്രസ് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് വിത്തിൻ ദ വിട്രസ് ചേമ്പർ. വിട്രസ് ചേമ്പറിൽ ഒരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്. ഇത് ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്, ലെങ്സ് തൊട്ടിട്ട് റെറ്റിന ബാക്കി പോർഷൻ. നമ്മൾ കോർണിയ തൊട്ടിട്ട് ലെങ്സ് വരെ ഉള്ളതിൽ അക്വസ് ചേമ്പറാണ്. ലെങ്സ് തൊട്ടിട്ട് റെറ്റിന വരെയുള്ള റീജിയനിൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് ഉണ്ട്, അതിനെ വിട്രസ് ചേമ്പർ എന്ന് പറയുന്നു. നമ്മുടെ ഐബോളിൻ്റെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.